4 വർഷം പിന്നിട്ട് 5-ാം വർഷത്തിലേക്ക് കടക്കുവാൻ പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വലിയ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിലൂടെയാണ് കേരളത്തെ സർക്കാർ നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ വയറ്റത്തടിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട സാമ്പത്തികപരമായ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സർക്കാർ മുൻപോട്ട് പോകുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയത് 7,000 രൂപ ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന ആശാവർക്കർമാർക്ക് 3,500 രൂപ മാത്രം കൊടുക്കുന്ന തരത്തിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പിരിമുറുക്കം അനുഭവപ്പെടുത്തുകയാണ് സാധാരണക്കാരായ ജനങ്ങളെ ഇവിടുത്തെ സർക്കാർ. എന്നാൽ മറുതലയ്ക്കൽ മറ്റു പല ആവശ്യങ്ങൾക്കും സർക്കാരിന് പണമുണ്ട്. അത് ആഘോഷ പരിപാടികൾക്കാണെങ്കിൽ അങ്ങനെ, സർക്കാരിൻ്റെ ഖ്യാതി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സർക്കാരിന് ഫണ്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് റീലെടുക്കാൻ ലക്ഷങ്ങൾ കൊടുക്കാൻ സർക്കാരിൻ്റെ പക്കലുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൻഷൻ മാത്രം പിടിച്ചു പണം നൽകുന്നു, ശമ്പളം പിടിച്ചു നൽകുന്നു. അത്തരത്തിൽ ആരോപണങ്ങൾ കേരള സമൂഹത്തിൽ മുഴുവൻ ഉണ്ടെങ്കിലും ഇപ്പോൾ അത്തരത്തിലൊരു ആരോപണം സർക്കാരിനെതിരെ മന്ത്രി വിഭാഗങ്ങളിലും എത്തിയിരിക്കുകയാണ്. ഓരോ വിഭാഗത്തിനെയും മുഖ്യമന്ത്രിയും സർക്കാരുമൊക്കെ പരിഗണിക്കുന്നത് പല തട്ടിലാണ്, പല തലത്തിലാണ് എന്നുള്ള വിവാദമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പദ്ധതി നിർവഹണം പോലും പ്രതിസന്ധിയിലായ അവസ്ഥയുണ്ട്. എന്നാൽ പ്രതിസന്ധി കാലത്ത് ധനവകുപ്പിനും KSEBയോട് മാത്രം പ്രത്യേക മമതയാണ് മറ്റു വകുപ്പുകൾക്കുള്ളിൽ അമർഷം പോകാനുള്ള പ്രധാന കാരണം. KSEBയുടെ കടം തീർക്കാൻ ധനവകുപ്പ് കാട്ടുന്ന തിടുക്കം മറ്റു വകുപ്പുകളോട് ധനവകുപ്പ് കാണിക്കുന്നില്ല. മറിച്ച് മറ്റു വകുപ്പുകൾക്ക് ലഭിക്കേണ്ട പണം റിലീസ് ചെയ്യാൻ ധനവകുപ്പ് തയ്യാറല്ല എന്നാണ് ഉയരുന്ന ആരോപണം. ഇത്തവണ ഏപ്രിൽ ആദ്യവാരം 494.28 കോടി രൂപ KSEBക്കായി സർക്കാർ ട്രഷറിയിലിട്ട് തിരിച്ചെടുത്ത് കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് KSEB ഉന്നയിക്കുന്നത്. ഇതോടെ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായി. ജല അതോറിറ്റിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം കൂടി പിൻവലിച്ച് ധനവകുപ്പും സർക്കാരും പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നാണ് ഒരു ആരോപണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വെള്ളക്കരമിനത്തിൽ ലഭിച്ച പണമടക്കം തടഞ്ഞുവെച്ച ധനവകുപ്പിന്റെ നിലപാടിനെതിരെ ജലവിഭവ വകുപ്പിൽ അമർഷം പുകയുകയാണ്. ട്രഷറി സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും സർക്കാർ പിൻവലിച്ച ജല അതോറിറ്റിയുടെ 770 കോടി രൂപ ആവശ്യപ്പെട്ട MD 2 തവണ കത്ത് നൽകിയിരുന്നു. ഭരണപക്ഷ സംഘടനകൾ ധനമന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടും ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. KSEBക്ക് വൈദ്യുതി ചാർജ് ഇനത്തിൽ നൽകുവാനുള്ള തുകയായ 450 കോടിയോളം രൂപ ഈടാക്കിയ ശേഷം ബാക്കി നൽകിയാൽ മതിയെന്നാണ് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം മുൻപോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. എന്നാൽ ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും KSEBയുടെ കടം തീർക്കാൻ ധനവകുപ്പ് കാട്ടുന്ന തിടുക്കം എന്തുകൊണ്ട് മറ്റൊരു പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ ജല അതോറിറ്റിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് ജലവിഭവ വകുപ്പിൽ പൊതുവെയുള്ളത്. എന്നാൽ സർക്കാർ തങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് KSEBയിൽ ഉള്ളവർ പറയുന്നു. 15ാം ധനകമ്മീഷന്റെ ശുപാർശയിൽ 2022-23 മുതലാണ് വർഷം തോറും KSEBയുടെ നിശ്ചിത ശതമാനം നഷ്ടം ഏറ്റെടുത്ത സംസ്ഥാന സർക്കാരിന് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 0.5% കൂടി കടമെടുക്കാൻ അർഹത ലഭിക്കുമെന്ന വാഗ്ദാനം എത്തിയത്. ഇതനുസരിച്ച് 2 വർഷമായി സംസ്ഥാന സർക്കാർ ആനുകൂല്യം നേടി. 2023-24 നഷ്ടമായ 534.21 കോടി രൂപയുടെ 90% 494.28 കോടി സംസ്ഥാനം KSEBക്ക് നൽകാമെന്നായിരുന്നു വ്യവസ്ഥ. ഈ തുക ഏപ്രിലിൽ സർക്കാർ ട്രഷറിയിൽ KSEBക്കായി നിക്ഷേപിച്ചെങ്കിലും തിരിച്ചെടുത്തു. മാത്രമല്ല, KSEBയുടെ നഷ്ടം ഏറ്റെടുത്തെന്ന് ധരിപ്പിച്ച ഈ വർഷം കേന്ദ്രത്തിൽ നിന്ന് അധിക കടമെടുത്ത തുകയായ 6,250 കോടി രൂപ സർക്കാർ കരസ്ഥമാക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു ആരോപണം. ഇത്തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ച പൊതു ഇടങ്ങളിലും ജനങ്ങൾക്കിടയിലും സാമ്പത്തികപരമായ പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നു. അത് സാമ്പത്തിക പിരിമുറുക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അഴിമതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും നിരവധി ആരോപണങ്ങൾ. അത്തരത്തിൽ സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിൽ പലതരത്തിലുള്ള വിഭാഗീയതയാണ് സർക്കാർ കാണിക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, KSEBയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുവെന്ന് മറ്റൊരു വിഭാഗം പറയുമ്പോൾ KSEB ഇതിനെയെല്ലാം അപ്പാടെ തള്ളുകയാണ്. ഇതോടുകൂടി സർക്കാരിന് അകത്തും പുറത്തും, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിന് അകത്തും പുറത്തും സമ്മർദ്ദം ഏറുകയാണ്.